السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين محمد وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ റമളാനിന്റെ പുണ്യമേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ മഹത്തായ ഒരു സംഭവമായിരുന്നു ബദർ യുദ്ധം. റമളാൻ 17-നാണ് ഹിജറ 2-ാം വർഷം ബദർ യുദ്ധം സംഭവിച്ചത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ പുണ്യമാസത്തിലൂടെ കടന്നുപോകുന്ന ഓരോ വർഷവും ഈ മാസത്തിൽ സംഭവിച്ച പ്രധാന ചരിത്ര സംഭവങ്ങളെ അനുസ്മരിക്കുകയും അതിൽ നിന്ന് നമുക്കുള്ള ഗുണപാഠങ്ങൾ ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുക എന്നത് പണ്ഡിതന്മാരും പ്രബോധകന്മാരും തുടർന്നു വരുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് തന്നെ ബദറിനോടടുത്ത് ബദർ യുദ്ധത്തെക്കുറിച്ചും ബദറിലുള്ള പാഠങ്ങളെക്കുറിച്ചും ഖുത്ബയിലും മറ്റുമൊക്കെ ജനങ്ങളെ ഉണർത്താറുണ്ട്. ഇത് സ്വാഭാവികമായ ഒരു സംഭവമാണ്, സാന്ദർഭികമായി ജനങ്ങൾക്ക് ഉപദേശങ്ങൾ നൽകുക എന്നത്. എന്നാൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ബദർ അനുസ്മരണം എന്നാൽ ഇതൊന്നുമല്ല. ബദരീങ്ങളുടെ പേരിൽ അവർ ആണ്ട് കൊണ്ടാടുകയാണ്. ഓരോ വർഷവും റമളാൻ 17-ന് ബദരീങ്ങളുടെ ആണ്ട്, നമ്മുടെ നാട്ടിൽ മരിച്ചാൽ അയാളുടെ മരിച്ച ദിവസം തികയുന്ന അന്ന് ആണ്ട് കൊണ്ടാടുമല്ലോ. ഇതുപോലെയുള്ള ആണ്ട് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ സമസ്തക്കാര് ബദരീങ്ങളുടെ പേരിൽ കൊണ്ടാടുന്നത്. ഒരു പോത്തിനെയോ കാളയോ അറുത്ത് വലിയ സദ്യ ഉണ്ടാക്കി കഴിക്കുകയും പള്ളികളിൽ ഒരുമിച്ചുകൂടി ബദർ മാലയും ബദർ മൗലിദും ഒക്കെ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ബദരീങ്ങളുടെ പേരിൽ അറുത്ത ഈ മാംസം കുറച്ച് അരിയും കൂടി എല്ലാ വീടുകളിലും എത്തിച്ച് ബദറിന്റെ പേരിൽ പ്രത്യേകിച്ചൊരു സദ്യ ഉണ്ടാക്കാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു സമ്പ്രദായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ? ബദരീങ്ങളോട് നമ്മളെക്കാൾ ഏറെ സ്നേഹമുണ്ടായിരുന്ന റസൂലും അവിടുത്തെ സഹാബത്തും ബദർ യുദ്ധം കഴിഞ്ഞ് 8ഓളം കൊല്ലം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിട്ടുണ്ട്. ഹിജറ 2-നാണ് ബദർ യുദ്ധം നടന്നതെങ്കിൽ ഹിജറ 10-നാണ് അവിടുന്ന് വഫാത്താകുന്നത്. ഈ 8 കൊല്ലത്തിനിടയ്ക്ക് ഒരിക്കലെങ്കിലും ബദരീങ്ങളുടെ പേരിൽ ഒരു അറവ് നടത്തുകയോ ബദരീങ്ങളുടെ പേരിൽ റമളാനിൽ പ്രത്യേക ഭക്ഷണ വിതരണം നടത്തുകയോ ഒന്നും ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധ്യമല്ല. ബദരീങ്ങൾ എന്ന് പറയുന്നത് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 313 സഹാബികൾ ഉൾക്കൊള്ളുന്നവരാണല്ലോ. അവരോട് സ്നേഹമില്ലാത്ത ഏതെങ്കിലും മുസ്ലിം ഉണ്ടാവുമോ? എന്നാൽ സലഫുകളുടെ കാലഘട്ടത്തിൽ താബിഈങ്ങളോ താബിഈങ്ങളോ ആരെങ്കിലും ഒരു ബദരീകളുടെ പേരിൽ അറവ് നടത്തി, അന്നൊരു പ്രത്യേക ഭക്ഷണ വിതരണം നടത്തി, അന്നൊരു പ്രത്യേക ബദർ മദഹ് പറഞ്ഞ് ബദരീങ്ങളെ പ്രശംസിച്ച് പാടി പറഞ്ഞ് ഇതെല്ലാം പുണ്യം കിട്ടുമെന്ന വിചാരത്തിൽ പിൽക്കാലത്ത് ചില ആളുകൾ ദീനിൽ കടത്തിക്കൂട്ടിയതാണ്. ഇതിനാണ് ശറഈന്റെ ഭാഷയിൽ ബിദ്അത്ത് എന്ന് പറയുക. ദീനിൽ പുതുതായി കടത്തിക്കൂട്ടപ്പെട്ട പുത്തനാചാരം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ സഹാബത്തോ പഠിപ്പിക്കാത്ത ഈ പുത്തനാചാരം ഒരിക്കലും തന്നെ ഒരു അഹ്ലുസുന്നത്തിന്റെ ആദർശം അംഗീകരിക്കുന്ന ഒരാൾക്ക് കൊണ്ടാടാനോ അതിൽ പങ്കെടുക്കാനോ പാടുള്ളതല്ല. അത് തനിച്ച ബിദ്അത്താണ്. മൻ അഹദഥ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഇതില്ലാത്ത വല്ലതും ആരെങ്കിലും കൂട്ടിച്ചേർത്താൽ അത് അസ്വീകാര്യമാണ് എന്ന ഹദീസാണ് ഇവിടെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്താനുള്ളത്. പിന്നെ ബദർ മൗലിദും അതുപോലെ തന്നെ ബദർ മാലയുമൊക്കെ അത് ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യാൻ ഈ പരിശുദ്ധ റമളാൻ ഇവർ തെരഞ്ഞെടുത്തത് വല്ലാത്തൊരു അബദ്ധം തന്നെയാണ്. കാരണം ബദർ മൗലിദ് എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ചൊല്ലാൻ പാടില്ലാത്ത തനിച്ച ശിർക്ക് അതിലുണ്ട്. ബദരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യാ മൻ ബിഹി ഹല്ലർ റദാ വമൻ ബിഹമ്മിൻ നകിദ ഖുൽ നാദിയം മുസ്തൻജിദാ യാ അഹ്ല ബദരി ശുഹദാ. ഏ നാശങ്ങൾ ഇറങ്ങിയവനെ, അതുപോലെ തന്നെ മനോഷമങ്ങൾ ഉണ്ടായവനെ, നീ സഹായം തേടി വിളിച്ചു തേടിക്കോ ഏ ബദർ ശുഹദാക്കളെ എന്ന്. ഇങ്ങനെ 10ഓളം വരിയിൽ യാ അഹ്ല ബദരി ശുഹദാ, ബദർ ശുഹദാക്കളെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ ബദരീങ്ങളോട് ചോദിക്കുകയാണ്. ബദറിൽ മറമാടപ്പെട്ട, ബദറിൽ ഷഹീദായ 14 ശുഹദാക്കളോട് ചോദിക്കുകയാണ്. ഇബ്ലീസിന്റെ ശർറിൽ നിന്നും നിങ്ങളാണ് ഞങ്ങൾക്ക് കോട്ട, നിങ്ങളാണ് ഞങ്ങൾക്ക് സുരക്ഷിതത്വം നൽകുന്നത്, എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പട്ടിണിയിൽ നിന്നുമൊക്കെ നിങ്ങളാണ് ഞങ്ങൾക്ക് മോചനം നൽകുന്നത്, നിങ്ങളെ കൊണ്ടാണ് ഞങ്ങൾക്ക് വിജയമുണ്ടാകുന്നത് എന്നിങ്ങനെയാണ് തൊട്ടടുത്ത വരിയിലുള്ളത്. അന്തും ലനാ ഹിസ്നുൻ ഹസീൻ മിൻ ശർരി ഇബ്ലീസ് അല്ലഈൻ വകുല്ലി ബൽവാ ബസ്സിനീൻ യാ അഹ്ല ബദ്രി ശുഹദാ. ഇതെല്ലാം
തനിച്ച ശിർക്കാണ്. അല്ലാഹുവിലല്ലാത്തവരെ അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്. അതുമാത്രല്ല, ബദരീങ്ങളെ അടയാളരാക്കിക്കൊണ്ടുള്ള ദുആയും അതിന്റെ താഴെ തന്നെ കാണാം. തവസ്സൽനാ ബിസ്മില്ലാ വബിൽഹാദി റസൂലില്ലാ വകുല്ലി മുജാഹിദിൻ ലില്ലാ വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് ഞങ്ങൾ തവസ്സുലാക്കുന്നു, അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുന്നു. അതുപോലെ തന്നെ ഹിദായത്തിന്റെ വഴി കാണിച്ച റസൂലിനെ കൊണ്ടും, അതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം ചെയ്ത എല്ലാവരെ കൊണ്ടും, ബദരീങ്ങളെ കൊണ്ടും. എന്നിട്ടോ ഇലാഹി സല്ലിമില്ലുമ്മ, അള്ളാഹുവേ ഈ ഉമ്മത്തിനെ രക്ഷിക്കണേ, മിനൽ ആഫാത്തി വന്നിക്കുമ, ആപത്തുകളിൽ നിന്നും പ്രതികാര നടപടികളിൽ നിന്നും, വമിൻ ഹമ്മിൻ ഗമ്മിൻ ഗുമ്മ, മനോവേദനകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും, ബി അഹ്ലിൽ ബദരിയ അല്ലാഹ്, ബദരീങ്ങളെ കൊണ്ട്. അപ്പൊ അള്ളാഹുവിനെ വിളിച്ചിട്ട് ബദരീങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇല്ലാതാക്കണേ എന്ന് അങ്ങനെ ഇടയാളത്തേട്ടവും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് ബദർ അനുസ്മരണമെന്നും ബദർ ദിനമെന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടു നടക്കുന്നത്. ഒന്ന് ശിർക്കാണ്, മറ്റേത് ബിദ്അത്താണ്. വസീലത്തു ശിർക്ക് എന്ന് വേണമെങ്കിൽ അതിനെപ്പറ്റി പറയാം. ശിർക്കിലേക്കുള്ള മാർഗമാണത്. കാരണം ആദ്യമൊക്കെ തവസ്സുലാക്കി ഇടയാളരാക്കി ബദരീങ്ങളെ കൊണ്ട് സഹായിക്കണേ എന്ന് പറയും, പിന്നെ ബദരീങ്ങളെ ഞങ്ങളെ സഹായിക്കണേ എന്ന് തന്നെ പറയും. ഇന്ന് നമ്മുടെ സമുദായത്തിൽ വലിയൊരു വിഭാഗം ആളുകള് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ ബദരീങ്ങളെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ ബദറിൽ പങ്കെടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെയും വിളിച്ചു തേടുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ബദർ മാല എന്ന പേരിൽ മലയാളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ സുഖപ്രസവത്തിനുള്ള ഒറ്റമൂലിയായിട്ട് ഏറെ മികന്തുള്ള പേറ്റി വരുത്തത്തിൽ ഇന്ത സഹാബികൾ പേരിനെ ഓതുകിൽ കൂറി മുടിയും മുനമ്പള്ള തന്നീന്ന് കുട്ടി പിറക്കലിൽ ഇല്ലാശക്കുന്നവർ എന്ന് പറഞ്ഞിട്ട് ഈ 313 ബദരീങ്ങളുടെ പേരുള്ള ബദർ മാല ചൊല്ലിയാൽ സുഖപ്രസവം നടക്കും, ഒരു പ്രയാസവുമില്ലാതെ പ്രസവിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് ഈ ബദർ മാലക്കാരൻ എഴുതി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ബദരീങ്ങൾ പേരിനെ ഓതുന്ന ലോകർക്ക് ബദനിൽ ഒബാകൾ അണവില്ല എന്നവർ, ബദരീങ്ങൾ 313 ആളുടെ പേരിനെ ഓതുന്ന ആളുകൾക്ക് യാതൊരു പകർച്ചവ്യാധികളും ഉണ്ടാവുകയില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യം, ആരാണ് ബദരീങ്ങൾ, എന്തിനാണ് ബദർ യുദ്ധം നടന്നത്, എന്തായിരുന്നു ബദർ യുദ്ധത്തിന്റെ പിന്നിലുള്ള ആദർശം, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ ബദർ മാലയും ബദർ മൗലിദും ഒന്നും ബദരീങ്ങളുടെ ആദർശത്തിനെതിരാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പൊ ബദരീങ്ങളെ പേരിന് ഓതുന്നവർക്ക് വബാകൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധി ഉണ്ടാവില്ല. എന്നാൽ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത അബൂ ഉബൈദത്തുൽ ജറാഹ് റളിയല്ലാഹു അൻഹു, അതുപോലെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ പ്ലേഗ് രോഗം ബാധിച്ചിട്ടാണ് മരിച്ചത്. അന്നത്തെ ഒരു താഊൻ അംവാസ് എന്ന് പറയുന്ന ഒരു ഹിജ്റ 18 നടന്നിട്ടുള്ള വലിയ ഒരു പ്ലേഗ് പടർന്നു പിടിച്ചിരുന്നു. അതിലാണ് അവർ മരണപ്പെട്ടത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അപ്പൊ സ്വന്തം ശരീരത്തിൽ തന്നെ ഒബാവുകളെ, പകർച്ചവ്യാധികളെ തടുക്കാൻ കഴിയാതെ ജീവിച്ചു മരിച്ചുപോയ ആളുകൾ, അവരെയാണ് നമ്മളിപ്പോൾ ഒബാവുകൾ, പകർച്ചവ്യാധികൾ തടുക്കാൻ വേണ്ടി വിളിച്ചു തേടുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനായിരുന്നു സഹോദര ബദർ യുദ്ധം നടന്നത്? ഗോത്രങ്ങൾ തമ്മിലുള്ള പരമ്പരാഗതമായ പകയും വൈരവും തീർക്കാനോ, അല്ലെങ്കിൽ മറുകക്ഷിയുടെ സമ്പത്ത് പിടിച്ചെടുക്കാനോ, രാജ്യം കൈക്കലാക്കാനോ ആയിരുന്നോ? ഒരിക്കലുമല്ല. ആദർശത്തിന് വേണ്ടിയായിരുന്നു. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 13 കൊല്ലത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം നടത്തി. പക്ഷെ സ്വന്തം കുടുംബങ്ങളടക്കം അതിനെ തിരസ്കരിക്കാനുണ്ടായത്. വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമാണ് സ്വീകരിച്ചത്. തായിഫിൽ ചെന്നപ്പോൾ എറിഞ്ഞാട്ടുകയാണ് ഉണ്ടായത്. നാനാവിധ പീഡനങ്ങൾ മക്കയിൽ അനുഭവിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ നബിയും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ പോയി. അവിടെ ഇസ്ലാമിക സമൂഹം വളർന്നു വരുന്നത് കണ്ടപ്പോ അവർക്കെതിരിൽ യുദ്ധത്തിന് കോപ്പുകൂട്ടി ഖുറൈശികൾ. അതറിഞ്ഞ റസൂലുള്ളാഹി അവരുടെ ഒരു കച്ചവട സംഘം, ഷാമിലേക്കുള്ള കച്ചവട സംഘം മദീന വഴിക്ക് കടന്നു പോകുമ്പോ അവരെ തടഞ്ഞു നിർത്താൻ തീരുമാനിച്ചു. അതാണ് യഥാർത്ഥത്തിൽ ബദർ യുദ്ധത്തിലേക്ക് എത്തിച്ചത്. 313ഓളം വരുന്ന സഹാബികളും നബിയും 1000ഓളം വരുന്ന സർവ്വസന്നാഹങ്ങളോടുകൂടി വന്ന ആ ഖുറൈശി സൈന്യത്തെ നേരിട്ടു. റസൂലും സഹാബത്തും സാധാരണ അറബികളുടെ കയ്യിൽ ഉണ്ടാകാറുള്ള ആയുധമല്ലാതെ ഒരു യുദ്ധത്തിനുള്ള സന്നാഹങ്ങളൊന്നും അവരെ കൈവശമില്ലായിരുന്നു. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു തആല അവരെ ബദറിൽ വിജയിപ്പിച്ചു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിക്കുന്നത്. അപ്പൊ ബദർ യുദ്ധം നടന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുക, അവരോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന തൗഹീദ്, അത് മക്കയിലും മദീനയിലും പ്രചരിപ്പിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്വാതന്ത്ര്യം വകവെച്ച് കിട്ടുന്നതിന് വേണ്ടി തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ബദറിൽ യുദ്ധത്തിനിറങ്ങിയത്. ഇങ്ങോട്ട് ആക്രമിച്ചപ്പോൾ അതിനുള്ള ഒരു പ്രതിരോധമായിരുന്നു അത്. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ളുലിമു. ഇങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെട്ടവരോട്, ആക്രമിക്കപ്പെട്ടവർക്ക്
അവർ അക്രമികളാണ്, ആക്രമിക്കപ്പെട്ടവരാണ്, മർദ്ദിതരാണ് എന്ന നിലക്ക് തിരിച്ചങ്ങോട്ട് യുദ്ധം ചെയ്യാൻ അനുമതി നൽകപ്പെട്ടിരിക്കുന്നുവെന്നാണ് യുദ്ധം അനുവദിച്ചുകൊണ്ടുള്ള ആയത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനോട് മാത്രം പ്രാർത്ഥിക്കുന്ന നബിയും സഹാബത്തും ഒരു വശത്തും, എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് അംഗീകരിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരു വശത്തും, മറുവശത്ത് അബൂജഹൽ അടക്കമുള്ള മക്കാ മുശ്രിക്കുകളും. അവർ അള്ളാഹു മാത്രം പോരെ പ്രാർത്ഥിക്കാൻ, മറിച്ച് മഹാന്മാര് വേണം, മലക്കുകൾ വേണം, കല്ലുകൾ വേണം, ബിംബങ്ങൾ വേണം, മരങ്ങൾ വേണം എന്ന ചിന്താഗതിയുള്ളവരായിരുന്നു അവർ. അവർ അള്ളാഹുവിനെ തീരെ അംഗീകരിക്കാത്തവരല്ല. അള്ളാഹു ആണ് ഖാലിക്ക്, സൃഷ്ടാവാണവൻ. അവൻ ഭക്ഷണം നൽകുന്ന റാസിക്കാണ്. അവൻ ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനാണ്, മുഹിയാണ്, മുമീത്താണ്, മഴ വർഷിപ്പിക്കുന്നവനാണ്, കാര്യം നിയന്ത്രിക്കുന്നവനാണ്. പക്ഷേ ഇലാഹ് അവൻ മാത്രമാണെന്ന് ഞങ്ങൾ സമ്മതിക്കില്ല. ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലും അടക്കമുള്ള മക്കാ മുശ്രിക്കുകളുമായിട്ടുള്ള തർക്കം. അവർ ചോദിച്ചല്ലോ അത്ഭുതത്തോടെ, അജഅലൽ ആലിഹത ഇലാഹം വാഹിദ, എല്ലാ ഇലാഹുകളെയും കൂടി മുഹമ്മദ് ഒറ്റ ഇലാഹാക്കിയോ, ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇതൊരു അതിശയമുള്ള കാര്യം തന്നെ എന്ന് അവർ പറഞ്ഞതായിട്ട് സൂറത്ത് സ്വാദിൽ നമുക്ക് കാണാൻ സാധിക്കും. മാത്രല്ല, അവർ അള്ളാഹുവിനോട് കപ്പലിൽ യാത്ര ചെയ്യുന്ന സന്ദർഭത്തിൽ കടലിൽ നടുവിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഖുർആൻ 3 സ്ഥലങ്ങളിൽ പറയുന്നുണ്ട്. വൈദാ റകിബു ഫിൽ ഫുൽകി, അവർ കപ്പലിൽ യാത്ര ചെയ്താൽ ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, കീഴ്വണക്കം അവർ മാത്രമാക്കിക്കൊണ്ട് അവർ അള്ളാഹുവിനോട് ദുആ ചെയ്യും. എന്നാൽ കരയിലേക്ക് അവർ രക്ഷപ്പെടുത്തിയാലോ ഇദാഹും യുശ്രികൂൻ, അവർ വീണ്ടും പഴയ ശിർക്കിലേക്ക് തിരിച്ചു പോകുമെന്ന് ഖുർആൻ പറയുന്നു. അപ്പൊ സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിരുന്നു, അവർ അള്ളാഹ്ക്ക് വേണ്ടി നേർച്ചയാക്കിയിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി അവർ മുഹറം 10 ആശുറ നോമ്പ് നോറ്റിരുന്നു, അവർ ഹജ്ജ് ചെയ്തിരുന്നു. പക്ഷെ ഇതൊക്കെയായിട്ടും അവർ മുഅ്മിനായിട്ട് അള്ളാഹു അംഗീകരിച്ചിട്ടില്ല. കാരണം എന്താ? വമാ യുഅ്മിനു അക്തറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ അധികം ആളുകളും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് അവനിൽ പങ്കു ചേർക്കുന്നവരായിക്കൊണ്ടാണ്. ശിർക്ക് കലർന്ന വിശ്വാസമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അപ്പൊ ബദരീങ്ങളുടെ ആദർശം അതാണ്, അള്ളാഹു മാത്രം പോരാ, അബൂജഹലിന്റെ ആദർശം അതായിരുന്നു, അള്ളാഹു മാത്രം പോരാ, അള്ളാഹ്ക്ക് ലാത്ത വേണം, ഉസ്സ വേണം, മഹാന്മാര് വേണം, മലക്കുകൾ വേണം, അവരോടൊക്കെ പ്രാർത്ഥിക്കാം, അവരൊക്കെ ആരാധിക്കാം എന്ന വിശ്വാസമാണ് അബൂജഹലും കൂട്ടർക്കും ഉണ്ടായിരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തുമാകട്ടെ അവർ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹു അല്ലാത്തവരെയും ആരാധിക്കാം, അവരോടും പ്രാർത്ഥിക്കാം, അത് ജായിസാണ് എന്നൊരു അനുവാദം കൊടുത്തിരുന്നെങ്കിൽ ബദർ യുദ്ധം തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ബദരീങ്ങളുടെ ആദർശം ശുദ്ധ തൗഹീദായിരുന്നു. അതിനെ എതിർക്കാമെന്ന മക്കാ മുശ്രിക്കുകളുടെ ആദർശം ശുദ്ധ ശിർക്കായിരുന്നു. ബദരീങ്ങളിൽ ഒന്നാമനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞത്, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദ, പറയുക നബിയെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, അവനോട് കൂടെ ആരെയും ഞാൻ പങ്കുചേർക്കുന്നതല്ല എന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, ഇന്ന് ഈ ആണ്ട് കൊണ്ടാടുന്ന ആളുകൾ അവർ കൊണ്ടു നടക്കുന്ന ബദർമാലയിലുള്ളതെന്താ? ആരോടാണ് അവർ ചോദിക്കുന്നത്? ദാഹം പശിപ്പോ കൊടുമാ തളർച്ചയോ, തടിയിൽ മരിയിലോ ജിൻ ശൈത്താൻ ചതിയാലോ, ദേഹം വലഞ്ഞോനി പേരിനെ ചൊല്ലിയാൽ തീരും മുനേമേ ശിഫയാകുമെന്നോവർ എന്ന് പറഞ്ഞാൽ ദാഹമോ വിശപ്പോ തളർച്ചയോ രോഗങ്ങളോ പിശാച് ബാധയോ എന്ത് പ്രയാസങ്ങളുണ്ടായാലും ബദരീങ്ങളെ 313 പേരുകൾ ഉച്ചരിച്ചാൽ അത് പറഞ്ഞു തീരും മുമ്പേ അവർക്ക് ശിഫ കിട്ടുന്നതാണ്, പ്രയാസങ്ങളെല്ലാം നീങ്ങിക്കിട്ടുന്നതാണ് എന്നാണ് ബദർ മാലയിൽ പറയുന്നത്. ഇനി ബദർ മാലയുടെ തന്നെ മറ്റ് ചില വരികൾ നിങ്ങൾ കേട്ടു നോക്കൂ. അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യം ബദരീങ്ങളോട് ചോദിക്കുകയാണ്. ഇതിനെ പുരയില്ലെഴുതിക്കരുതുകിൽ ഇതമാക്കയില്ല കളവീനതെന്നോവർ, മതിലൂകൾ പൊട്ടലും തീയൂകൾ കത്തലും മറ്റും ഫിത്തീന വരാവില്ല എന്നോവർ. പുരയിൽ ഇത് എഴുതി തൂക്കിയാൽ 313 ആളെ പേര്, ബദരീങ്ങളെ പേര് എഴുതി തൂക്കിയാൽ ആ വീട്ടിൽ പിന്നെ കള്ളം കയറൂല, അവിടുത്തെ മതിലുകൾ പൊട്ടൂല, തീപിടുത്തുണ്ടാവൂല, എല്ലാ ഫിത്നയിൽ നിന്നും കാത്തു രക്ഷിക്കുന്നതാണ്. ഇങ്ങനെ മുതലില്ലാത്തവൻ വലഞ്ഞവൻ ഈ ബദർമാല ചൊല്ലിയാൽ അവർക്ക് മുതൽ കിട്ടും, കടത്തിലകപ്പെട്ടോൻ ഈ ബദർമാല ചൊല്ലിയാൽ അവർക്ക് കടം വീടും. ഇങ്ങനെയൊക്കെയാണ് അതിൽ പഠിപ്പിക്കുന്നത്. എല്ലാ മുതലും വലഞ്ഞവന്നോതുകിൽ എന്നും നിയമത്തിലാക്കും അതെന്നോവർ. ഇതൊക്കെയാണ് സുഹൃത്തുക്കളെ പരിശുദ്ധ റമളാനിൽ ഇവർ ചൊല്ലുകയും ചൊല്ലിപ്പിക്കുകയും ചെയ്യുന്നത്. അല്ലൽ മികന്ത കടത്തിൽ അകപ്പെട്ടോൻ അസ്മാപുരത്താൽ കടം വീടുമെന്നോവർ. 313 ആളെപ്പല്ല ബദർമാലങ്ങ് ചൊല്ലിയാൽ കടം വീടിപ്പോകും. കടം വീടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന എന്താ? ഒരു മലയോളം കടമുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്കത് വീട്ടിത്തരും. ഏതാ പ്രാർത്ഥന?
ആവർത്തിച്ചു ചൊല്ലണം. അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക് വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക്. അല്ലാഹുവേ, നീ എനിക്ക് മതിയാക്കണേ, നീ അനുവദിച്ച ഹലാൽ കൊണ്ട് മതിയാക്കണേ, ഹറാമിലേക്ക് പോകാതെ. അതുപോലെ നിന്റെ കനിവും കൃപയും കൊണ്ട് എന്നെ ധന്യനാക്കണേ, നിന്നെ കൂടാതെയുള്ളവരിലേക്ക് പോകാതെ എന്ന് പ്രാർത്ഥിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതുപോലെ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഹമ്മി വൽ ഹസൻ വൽ അജ്സി വൽ കസൽ വൽ ബുഖ്ലി വൽ ജുബ്ൻ വളലഇദ് ദൈനി വഗലബത്തിർ റിജാൽ. ഇതും അതേപോലെ തന്നെ, അല്ലാഹുവേ, ഞാൻ നിന്നോട് അഭയം തേടുന്നു മനോവിഷമത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും, അതുപോലെ അശക്തിയും അലസതയും വരുന്നതിൽ നിന്ന്, പിശുക്കിൽ നിന്ന്, അതുപോലെ തന്നെ ജുബ്ന് എന്ന് പറഞ്ഞാൽ ഭീരുത്വത്തിൽ നിന്ന്, അതുപോലെ വളലഇദ് ദൈനി വഗലബത്തിർ റിജാൽ കടം കൊണ്ട് പ്രയാസപ്പെടുന്നതിൽ നിന്നും, ജനങ്ങൾ തന്നെ കീഴടക്കുന്നതിൽ നിന്നും ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. ഇതുപോലെയുള്ള ദുആകൾ അള്ളാഹുവിനോട് നടത്തി ആ കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാനാണ് അള്ളാഹു അവന്റെ റസൂലും നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. കിടക്കാൻ നേരത്ത് നടത്തുന്ന ഒരു പ്രാർത്ഥനയിൽ, നീണ്ട ഒരു പ്രാർത്ഥനയിൽ അള്ളാഹുവിനോട് അവന്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് പറയുന്നത് ഞങ്ങൾ കടം വീട്ടി തരണേ എന്നാണ്. എന്നാൽ ഇവിടെയോ രോഗം മാറാൻ വേണ്ടി ബദരീങ്ങളെ വിളിക്കുന്നു. എന്നാൽ ബദറിൽ ഒന്നാമത്തവനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രോഗമുണ്ടായില്ലേ? രോഗം അവസാന കാലത്ത് അവർക്കുണ്ടായ രോഗം തനിക്ക് നിങ്ങൾ രണ്ടാൾക്ക് പനിക്കുന്നത് പോലെ പനിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ കാണാം. അതുപോലെ വിശപ്പിന് പരിഹാരമായിട്ട് ബദർമാല ചൊല്ലുന്നു. അള്ളാഹുവിന്റെ റസൂൽ വിശന്നില്ലേ? സ്വഹാബത്ത് വിശന്നില്ലേ? എത്രയോ തവണ തീമൂട്ടാത്ത ദിവസങ്ങൾ റസൂലുള്ളാഹിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഖന്തക്ക് കടങ്ങുഴിക്കുമ്പോൾ വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും കടങ്ങ് കുഴിച്ചത് എന്ന് കാണാൻ സാധിക്കും. യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ അല്ലാഹുമ്മ ഇന്നഹും ഹുഫാത്തുൻ ഫഹ്മിൽഹും, അല്ലാഹുമ്മ ഇന്നഹും ഉറാത്തും ഫഖ്സുഹും, അല്ലാഹുമ്മ ഇന്നഹും ജിയാഉം ഫഅശ്ബിഉഹും എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, എന്റെ സഹാബികൾ അവർക്ക് കാലിൽ ചെരുപ്പില്ല, അതുകൊണ്ട് അവർക്ക് നീ വാഹനം നൽകണേ. കഴുതപ്പുറം പിന്നെ ഒട്ടകപ്പുറമൊന്നും യാത്ര ചെയ്യാനല്ല, കൊടും ചൂടുള്ള ഈ മണലിലൂടെ നഗ്നപാതരായി അവർ പോവാണ്. അവർക്ക് വേണ്ടത്ര വസ്ത്രങ്ങളില്ല, അവർക്ക് നീ വസ്ത്രം നൽകണേ. അവർ വിശന്നവരാണ്, അവർക്ക് ഭക്ഷണം നൽകണേ, വയറ് നിറയെ ഭക്ഷണം നൽകണേ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ബദറിൽ പങ്കെടുത്ത സഹാബികളുടെ പേര് പറഞ്ഞാൽ ഇതൊക്കെ പോകുമെങ്കിൽ, ഇതൊക്കെ ആ കാലഘട്ടത്തിൽ തന്നെ അവർക്ക് പോലും ഇതൊക്കെ അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവുമോ? അവർക്ക് രോഗം വന്നില്ലേ? അവർക്ക് വിശപ്പ് വന്നില്ലേ? അവർ വസ്ത്രമില്ലാതെ ചെരുപ്പില്ലാതെ അവർ കഷ്ടപ്പെട്ടില്ലേ? ഭക്ഷണമില്ലാതെ കാട്ടുകിഴങ്ങുകൾ പോലും ഭക്ഷിച്ച് ഞങ്ങൾ ആട് കാഷ്ടിക്കുന്ന പോലെയായിരുന്നു എന്ന് സഹാബികൾ പറഞ്ഞ സന്ദർഭങ്ങൾ വരെ നമുക്ക് ഹദീസിന്റെ കിതാബിൽ കാണാൻ സാധിക്കും. എന്നിട്ട് അവർ മരിച്ചപ്പോ അവരുടെ പേരിൽ അവരോടാണ് ഇതെല്ലാം പരിഹരിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത്. ഇങ്ങനെയുള്ള തനിച്ച ശിർക്കാണ് നമുക്ക് ഈ ബദരീകൾ ആണ്ടുമായി ബന്ധപ്പെട്ട് കാണാനുള്ളത്. ഇവർക്ക് ബദരീകളുമായി എന്ത് ആദർശപ്പൊരുത്താനുള്ളത്? ബദരീകളെ കാക്കണമെന്ന് വിളിച്ചു തേടുന്ന, ബദരീങ്ങൾക്ക് നേർച്ചയാക്കുന്ന, അവരെ പിടിച്ച് സത്യം ചെയ്യുന്ന, വീട്ടിൽ ആപത്തെടുക്കാൻ ബദരീങ്ങളെ 313 പേര് എഴുതി വെക്കുന്ന ആളുകൾക്ക് എന്ത് ആദർശബന്ധമാണ് സുഹൃത്തുക്കളെയുള്ളത്? പിന്നെ ബദരീങ്ങളുടെ പേരിൽ പോത്തിനെയോ മൂരിയോ അറുക്കുകയാണ് ഇവർ ചെയ്യുന്നത്. അള്ളാഹുവിന് വേണ്ടി മാത്രം അറുക്കുക. ഫസല്ലി റബ്ബിക വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കുക, റബ്ബിന് വേണ്ടി അറവ് നടത്തുക. ഇന്ന സ്വലാത്തി വനുസുക്കി, എന്റെ നിസ്കാരവും എന്റെ അറവും ബലികർമ്മവും, വമഹ്യായ വമാത്തി, എന്റെ ജീവിതവും മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്നാണ് നമ്മോട് പറയാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അള്ളാഹ്ക്ക് വേണ്ടിയായിരിക്കണം അറവ് നടത്തുന്നത്. ഇന്ന് ബദരീകളുടെ പേരിൽ ഇപ്പതാ പല മഹല്ലുകളിലും പോത്തിനെ വാങ്ങി നിർത്തി ഇന്നും നാളെയുമായിട്ട് അത് അറുക്കുന്ന ആരുമല്ല ബദരീങ്ങളെ പേരിൽ. എന്നിട്ട് ആ ബദരീങ്ങളെ പേരിൽ അറുത്തിട്ട് അത് കൊണ്ട് സദ്യ ഉണ്ടാക്കി കഴിക്കുക. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ നേർച്ചയാക്കാനും അള്ളാഹു അല്ലാത്ത പേരിൽ അറുക്കാനും പാടില്ല. ലഅന അല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറവ് നടത്തുന്നവനെ അള്ളാഹു ശപിച്ചിരിക്കുന്നു. ഇത് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹ് മുസ്ലിമിൽ പറഞ്ഞു, വഅമ്മദ് ദബ്ഹു ലിഗൈരില്ലാ ഫൽ മുറാദ് ബിഹി അൻ യുദ്ബഹ ബിസ്മി ഗൈരില്ലാഹി തആല. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടി അറുക്കുക എന്നതിന്റെ ഉദ്ദേശം അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ അറുക്കുക എന്നതാണ്. കമൻ ദബഹ ലിസ്വാമി, ബിംബത്തിന് വേണ്ടി അറുക്കുന്നത് പോലെ, ഔ സ്വലീബി, അല്ലെങ്കിൽ കുരിശിന് വേണ്ടി, ഔലി മൂസ ഔലി ഈസ സല്ലല്ലാഹു അലൈഹി വസല്ലം, മൂസാ നബിക്കോ ഈസാ നബിക്കോ വേണ്ടി അറുക്കുക, ഔലിൽ കഅബ വനഹ്വി ദാലിക്, അല്ലെങ്കിൽ കഅബത്തിന് വേണ്ടി അറുക്കുക, അതുപോലെയുള്ളതിന് അറുക്കുക. ഫകുല്ലു ഹാദാ ഹറാം, ഇതെല്ലാം ഹറാമാണ്. വലാ തഹില്ലു ഹാദിഹി ദബിയ, ഈ അറുത്ത മാംസം കഴിക്കാൻ പാടില്ല, അത് ഹലാലല്ല.
സവാഉൻ കാനദാബിഹ മുസ്ലിമൻ ഔ നസ്രാനിയൻ ഔ യഹൂദിയൻ, അറുത്ത ആള് മുസ്ലിം ആകട്ടെ നസ്രാനിയാകട്ടെ യഹൂദിയാകട്ടെ ആ മാംസം നമുക്ക് കഴിക്കാൻ പറ്റൂല. നസ്സ അലൈഹി ശാഫിഇയ്യു, ഇമാം ഷാഫി അത് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട്. വത്തഫഖ അലൈഹി അസ്ഹാബിന, നമ്മുടെ ഷാഫി മദ്ഹബിലെ കൂട്ടുകാർ അതിനോട് യോജിക്കുകയും ചെയ്തിട്ടുണ്ട്. ഫൈൻ ഖസദ മഅ ദാലിക തഅലീമൽ മദ്ബൂഹി ലഹു ഗൈരില്ലാഹി തആല, ഏതൊരാൾക്ക് വേണ്ടിയാണ് അറുക്കുന്നത്, അല്ലാഹു അല്ലാത്ത ഏതൊരാൾക്ക് വേണ്ടി അറുത്താലും ആ ഏതൊരാൾക്ക് വേണ്ടി അറുക്കുന്നോ അയാളെ വന്ദിക്കലും ബഹുമാനിക്കലും കൂടി ഉദ്ദേശമുണ്ടെങ്കിൽ, വൽ ഇബാദത്തി ലഹു, അയാൾക്ക് ആരാധന ചെയ്യലും ഉദ്ദേശമുണ്ടെങ്കിൽ, കാന ദാലിക കുഫ്ര, അത് കുഫ്രായി മാറുന്നതാണ്. അങ്ങനെ വന്നാൽ ഫഇൻ കാന ദാബിഹു മുസ്ലിമൻ ഖബ്ല ദാലിക, അറവ് നടത്തുന്നതിന് മുമ്പ് അയാൾ മുസ്ലിമാണെങ്കിൽ സാറ ബിദ്ദബിഹി മുർത്തദ, അറിവോട് കൂടി അയാൾ മുർത്തദ്ദായിത്തീരുന്നു, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു എന്നാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു അങ്ങേയറ്റം അനുഗ്രഹം ചെയ്തിട്ടുള്ള ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ. ഈ പരിശുദ്ധ റമദാനിലാണ് ഇത്തരത്തിലുള്ള ശിർക്കും കുഫറും ഇവർ ജനങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത്. ബദർ യുദ്ധം കഴിഞ്ഞിട്ട് ഒരിക്കലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളും ബദർ ശുഹദാക്കളെ എന്ന് വിളിച്ച് സങ്കടം പറഞ്ഞിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, ദൂരസ്ഥലങ്ങളിൽ വെച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും ജീവിതകാലത്ത് പോലും അവർ വിളിച്ചിട്ടില്ല. റസൂലിന്റെ വഫാത്തിന് ശേഷമുണ്ടായ പ്രശ്നങ്ങളൊക്കെ നമ്മൾക്കറിയാം. അവിടെയൊക്കെ റസൂലിനോട് ചോദിക്കാൻ അവർ തയ്യാറായിട്ടില്ല. കാരണം റസൂൽ മരിച്ചുപോയി. റസൂലുള്ളാഹിനെ എവിടെ മറവ് ചെയ്യണം തർക്കമുണ്ടായപ്പോൾ അവിടെ അബൂബക്കർ സിദ്ദീഖിന് ഹദീസ് ഓർമ്മ വന്നപ്പോൾ അത് പരിഹരിച്ചു. എവിടെയാണോ മരിച്ചത് അവിടെ തന്നെയാണ് ഖബറുണ്ടാക്കേണ്ടത് എന്ന്. അതുപോലെ റസൂലിന്റെ പിൻഗാമിയെ ഖലീഫയെ തെരഞ്ഞെടുക്കാൻ വേണ്ടി ചർച്ചയുണ്ടായപ്പോൾ അവിടെയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി. പക്ഷേ ആരും റസൂലുള്ളാഹിന്റെ ഭൗതിക ശരീരം അവിടെ ഉണ്ടല്ലോ, മറവ് ചെയ്തിട്ടില്ലല്ലോ, ഒന്ന് പോയി ചോദിച്ചാലോ ആരാ ഖലീഫയാകേണ്ടത്? ചോദിച്ചില്ല. എന്താ സഹാബത്ത് മനസ്സിലാക്കിയിരുന്നു, ഇനി ചോദിച്ചിട്ട് കാര്യമില്ല, റസൂലുള്ളാഹിക്ക് കേൾക്കാൻ കഴിയില്ല, ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന്. അതുപോലെ തന്നെ സുഹൃത്തുക്കളെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വമ്പിച്ച വരൾച്ചയുണ്ടായി. റസൂലിന്റെ കാലത്ത് വരൾച്ചയുണ്ടായപ്പോൾ റസൂൽ ദുആ ചെയ്തു. മിമ്പറിൽ വെച്ച് ആളുകളൊന്ന് ആവശ്യപ്പെട്ടു, മഴയാണ്, പ്രളയമാണ്, പ്രാർത്ഥിക്കണം. അങ്ങനെ ദുആ ചെയ്തു, മഴ മാറിക്കിട്ടി. എന്നാൽ സുഹൃത്തുക്കളെ, എന്താണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായപ്പോൾ റസൂലുള്ളാഹിന്റെ ഖബറിങ്ങ് പോയി ചോദിക്കുകയാണോ ചെയ്തത്? അല്ല. റസൂലിന്റെ പിതൃവ്യനും സഹാബിയുമായ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നേതൃത്വത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും മഴയ്ക്കുള്ള നിസ്കാരം നടത്തുകയുമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശപ്രകാരം അന്നുണ്ടായത്. എന്തിനധികം സഹാബികൾ തമ്മിൽ തന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ ജമൽ സിഫീൻ യുദ്ധങ്ങൾ ഉണ്ടായി. ആരെങ്കിലും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ പോയി ചോദിച്ചോ ആരാണിതിൽ സത്യത്തിന്റെ കക്ഷിയെന്ന്? അപ്പൊ സുഹൃത്തുക്കളെ, മരിച്ചുപോയ റസൂലിനെയും ബദറിൽ പങ്കെടുത്ത ആളുകളെയും ഒക്കെ വിളിച്ചു തേടുക എന്ന മഹാപാതകമാണ്, ശിർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ബദർ മാലയായാലും ബദർ മൗലിദായാലും അതിലൊക്കെയുള്ളത് ശിർക്കിന്റെ വരികളാണ്. എല്ലാ മുറാദുകളും മനസ്സിലാകാൻ ഇത് ചൊല്ലിക്കോ എന്നാണ് ഇവർ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ ബദരീകളാണ്ട് എന്ന പേരിൽ ശുദ്ധ ശിർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി നേർച്ച നേരുകയും അല്ലാഹു അല്ലാത്തവരിൽ അറക്കുകയും, ഈ മൂന്ന് കാര്യങ്ങളും ബദരീകളാണ്ടിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. ഇത് മൂന്നും ശിർക്കായ കാര്യങ്ങളാണ്. അള്ളാഹു പൊറുക്കാത്ത പാപമാണ് ശിർക്ക്. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ശിർക്കോട് കൂടി ഒരാൾ മരിച്ചാൽ അയാളുടെ ശിർക്ക് അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. അതിന് താഴെയുള്ള കുറ്റങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് എന്ന് ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് ഇബാദത്താണ്. അതുകൊണ്ട് അല്ലാഹുവല്ലാത്ത ഒരാളോടും പ്രാർത്ഥിക്കാൻ പാടില്ല. നബിയാകട്ടെ, വലിയാകട്ടെ, ആരുമാകട്ടെ. ബദറിൽ പങ്കെടുത്ത സഹാബികൾ ഉന്നതരായ സഹാബികൾ തന്നെ. പക്ഷെ അവരെ വിളിച്ചു തേടാൻ, അവരെ വഫാത്തിന് ശേഷം അവരിൽ ദിവ്യത്വം കൽപ്പിച്ചുകൊണ്ട് അവരെ ആരാധിക്കുവാൻ ഇന്ന് കുറെ ആളുകൾ തയ്യാറായിട്ടുണ്ട്. അള്ളാഹുവിന്റെ കഴിവ് പോലത്തെ കഴിവില്ല, അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാണ്. കൊടുത്ത കഴിവിൽ നിന്ന് ചോദിച്ചാലും അത് ശിർക്ക് തന്നെയാണ്. ഇതെല്ലാം ഒരുപാട് തവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഏതായിരുന്നാലും വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവോടൊപ്പം ഒരാളോട് നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്ന് ഖുർആൻ ആവർത്തിച്ചു പറഞ്ഞിട്ടും ബദരീങ്ങൾ ആദർശം എന്താണെന്ന് മനസ്സിലാക്കാതെ ബദരീങ്ങളുടെ പേരിൽ ഇവിടെ ആണ്ടുകൊണ്ടാടുകയാണ്. ബദരീങ്ങൾ ഒരിക്കലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചിട്ടില്ല, അള്ളാഹു അല്ലാത്ത പേരിൽ നേർച്ച നടത്തിയിട്ടില്ല, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഈ തരത്തിലുള്ള ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുമില്ല. ഇത് മനസ്സിലാക്കണം സുഹൃത്തുക്കളെ നമ്മൾ. അതുകൊണ്ട് ഈ ബിദ്അത്തിൽ നിന്നും ശിർക്കിൽ നിന്നും ഈ ഉമ്മത്തെ രക്ഷപ്പെടുത്തുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലെങ്കിൽ ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്
ബദരീങ്ങളുടെ പേരിലുള്ള മാലയിലൂടെയും മൗലീദിലൂടെയും മുസ്ലിം സമുദായത്തിൽ ശിർക്കിലേക്ക് നയിക്കുകയാണ്. ബദർ മാലയ്ക്ക് ശേഷം ഇരവ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥന ഉണ്ട്. അതില് ബദരീങ്ങളുടെ കാവൽ വാങ്ങിത്തരണേ എന്ന് അള്ളാഹിനോട് ആവശ്യപ്പെടുകയാണ്. മണ്ണിൽ ഫിറന്ത് ഹയാത്തായി നിൽക്കുന്നാൾ മന്നർ ബദരീങ്ങൾ കാവലിലേകല്ലാ. കണ്ടോ, ഈ ദുനിയാവിൽ പിറന്ന് ജീവിച്ചിരിക്കുന്ന കാലം മുഴുവനും ബദരീങ്ങളെ കാവൽ നൽകണേ. അപ്പൊ അള്ളാഹ് എന്താ പണി? മറ്റുള്ളവരുടെയൊക്കെ കാവൽ വാങ്ങിക്കൊടുക്കലാണോ? ദണ്ണം വബാ ബലാ വബാ ഉമ്മണയാമൽ തരുളർ ബദരീങ്ങൾ കാവലിലേകല്ലാ. ദീനം, അതായത് രോഗം, അതുപോലെ തന്നെ പരീക്ഷണങ്ങള്, പകർച്ചവ്യാധിയൊക്കെ ഉണ്ടാകുമ്പോൾ ബദരീങ്ങളെ കാവല് വാങ്ങിക്കൊണ്ടാ. പിന്നെ മരിക്കുന്ന സമയത്ത്, കൂട്ടുകാരില്ലാത്ത പരലോകത്തെ ഹിസാബിന്റെ നേരത്ത്, സിറാത്ത് പാലം കടക്കുമ്പോൾ ഇവിടെയൊക്കെ ബദരീങ്ങളുടെ കാവൽ മേടിച്ചു തരണേ എന്ന അള്ളാഹുവിനോട് അപേക്ഷിക്കുന്ന വരികളാണ് ഇരവ് ദുആ എന്ന് പറഞ്ഞിട്ട് ബദർമാലയ്ക്ക് ശേഷം കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബദർമാലയും ബദർ മൗലിദും ചൊല്ലിച്ചുകൊണ്ട് പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ ശിർക്കൻ പരിപാടി, ഇതിനോട് സഹകരിക്കാനോ ഇതിന് പൈസ കൊടുക്കാനോ ഇതിന്റെ ഭക്ഷണം കഴിക്കാനോ ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശം അംഗീകരിക്കുന്ന ഒരാൾക്ക് പറ്റുകയില്ല എന്ന് ഞാൻ തീർത്ത് പറയുകയാണ്. എന്നിട്ടും ഈ മുസ്ലിയാക്കന്മാർ ഈ സമുദായത്തെ ശിർക്കിലേക്ക് തന്നെ നയിക്കാൻ, ഈ ബിദ്അത്തുകളിൽ തന്നെ കെട്ടിപ്പിടിച്ചു നിർത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ഈ മുസ്ലിയാക്കന്മാരുടെ ഷെറിൽ നിന്നും ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഈ വോയിസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മരണം വരെ തൗഹീദിൽ ഉറച്ചു നിൽക്കുവാൻ, ശിർക്കിലകപ്പെടാതെ ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീക്ക് നൽകുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.